നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 14 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ ഇനി കുറച്ച് സമയം കൂടെ ഉണ്ട്. സോ ദാറ്റ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നമ്മളുടെ സ്റ്റോക്കിൽ എൻട്രി എടുത്തതിന് ശേഷം ഞാൻ നിങ്ങളോട് കാര്യങ്ങൾ സംസാരിച്ച് തുടങ്ങാം എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, നമ്മളിവിടെ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. 247 രൂപ 65 നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റിൽ നിന്ന് ലോ വെച്ചേക്കുന്നത് 247 രൂപ 70 എന്തായാലും നമ്മൾ ഈ ഓർഡർ ഇവിടുന്ന് ചേഞ്ച് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ പിവോട്ട് പോയിൻറ്റ്സ് ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എവിടെയാണ് ഇന്നത്തെ പിവോട്ട് പോയിൻറ്റുകൾ ബിൽഡ് ചെയ്ത് തുടങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു. നമുക്കൊന്ന് ബാക്കിയെല്ലാം ഹൈഡ് ചെയ്ത് നോക്കാം. അതെ, ഇന്നത്തെ പിവോട്ട് പോയിൻറ്റുകൾ ബിൽഡ് ചെയ്ത് വരേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഓർഡർ നമ്മൾ തൽക്കാലം ക്യാൻസൽ ചെയ്യുന്നില്ല. ഇത് നമ്മളുടെ ഓർഡർ ബ്ലോക്കാണ്, ഇവിടെ അതിനുള്ളിലാണ് നമ്മൾ ഓർഡർ ഇട്ടേക്കുന്നത്. ഇത് ഹിറ്റാവുന്നില്ല എങ്കിൽ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്കായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കൊരു സംശയം ഇപ്പോൾ തോന്നുന്നുണ്ട്. കാരണം നല്ലൊരു ഫോളാണ് താഴത്തേക്ക് തന്നേക്കുന്നത്. ഒപ്പം തന്നെ ഇന്നലെ അത് റീടെസ്റ്റും തന്നിട്ടുണ്ട്. ഇന്നത്തെ ദിവസം അവിടെ ചെന്ന് ടെസ്റ്റിംഗ് നടത്തിയിട്ടുണ്ട്. ഇത് അടുത്തൊരു ക്യാൻഡിൽ കൂടെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടോ ഇല്ലയോ, ഇല്ലെങ്കിൽ അതിവിടെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ടോ എന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ പോയിൻ്റ് ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് നമ്മൾ ഇന്ന് അടയാളപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ്. അവിടുന്ന് താഴത്തേക്കായിരിക്കും നമ്മൾ എൻട്രി എടുക്കുക, മേളിലേക്ക് മാർക്കറ്റ് പോവുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഓർഡർ ക്യാൻസൽ ചെയ്യുന്നുണ്ടാവും. എന്തായാലും വെയിറ്റ് ചെയ്യാം. നമ്മൾ ഇട്ടേച്ച ആ ഓർഡർ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, കാരണം അവിടെ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല. എനിവേ മാർക്കറ്റ് കുറച്ച് നേരം കൂടെ കഴിയട്ടെ. ഇവിടെ വന്ന് ടച്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് എടുക്കാം, അതല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ അത് റിവേഴ്സ് ആകുമെന്നൊരു കൺഫർമേഷൻ നമുക്ക് കിട്ടണം. നമ്മളുടെ മറ്റ് സ്റ്റോക്കുകൾ നമ്മളിപ്പോൾ നോക്കുമ്പോഴും അതേപോലെ തന്നെ ഒരവസ്ഥയാണ് ഉള്ളത്. BPCL ഇവിടെ വന്ന് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു റിവേഴ്സൽ എൻട്രി അവിടെ എടുക്കാവുന്നതാണ്. കാരണം അതൊരു ഓർഡർ ബ്ലോക്കായിട്ട് ഇനി വർക്ക് ചെയ്തേക്കും. സോ ദാറ്റ് നമുക്കെല്ലാത്തിലും നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി ഓരോ അലർട്ട് വെച്ച് കൊടുക്കാം. പവർ ഗ്രിഡിൻ്റെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ പവർ ഗ്രിഡും കൺഫ്യൂസിംഗ് ആയിട്ടുള്ളൊരു സ്റ്റേജിൽ തന്നെ നിൽക്കുവാണ്. എന്നാലും നല്ലൊരു അപ് ട്രെൻഡ് അവസാന നിമിഷം തന്നിരുന്നു. ഇത് കൺഫ്യൂസിംഗ് ആണ്. അതിനകത്ത് ഇന്ന് പോയി നമുക്ക് ഓർഡർ എടുക്കണമെങ്കിൽ നമ്മളിവിടെ അലർട്ട് ഇട്ടിട്ടുണ്ട്. മുകളിലത്തെ ഓർഡർ ബ്ലോക്ക് തന്നെ ഹിറ്റ് ചെയ്യേണ്ട ആവശ്യം നമുക്കവിടെ ഉണ്ട്, എന്നാലേ നമുക്കൊരു കോൺഫിഡൻസ് ഉള്ളൂ. അതുകൊണ്ടാണ് വിപ്രോയിൽ വരുമ്പോൾ വിപ്രോ അപ് ട്രെൻഡിൽ ഓൾറെഡി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ല മൂവ് തന്നുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കായിരുന്നു. കഴിഞ്ഞ 2 ദിവസം ഒന്ന് ഡൗൺ ട്രെൻഡ് വെച്ചുവെങ്കിലും വിപ്രോ നന്നായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് വിപ്രോയ്ക്ക് ഇവിടെ റീടെസ്റ്റ് തന്നിട്ട് മുകളിലേക്ക് തന്നെ പോയി കഴിഞ്ഞാൽ, ഇവിടെ റെഡ് ക്യാൻഡിൽ ഇതുവരെ വെച്ചിട്ടില്ല, റെഡ് ക്യാൻഡിൽ ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് പോയാലാണ് നമുക്ക് അതിനകത്ത് എൻട്രി എടുക്കാൻ പറ്റുന്നത്. സോ ദാറ്റ് നമുക്ക് അതിനെ ഇന്ന് അതിൻ്റെ വഴിക്ക് വിടാം. കാരണം ഇത് നല്ല മൂവ് ഓൾറെഡി തന്നിട്ടുണ്ട്. ലോ ടു ഹൈ നോക്കിക്കഴിഞ്ഞാൽ 1.5% ചേഞ്ച് തന്നിട്ടുണ്ട്. പക്ഷേ വിപ്രോ 3-4% ചേഞ്ച് ഒരു പക്ഷേ തന്നേക്കാം. NTPC നോക്കിക്കഴിഞ്ഞാൽ അത് ഇവിടെ ഓർഡർ ബ്ലോക്കിൽ സപ്പോർട്ട് എടുക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നു. എന്നിരുന്നാൽ പോലും ഇവിടെ നമുക്ക് എൻട്രി എടുക്കണമെങ്കിൽ അത് ഇതിനൊരു ഓർഡർ ബ്ലോക്കായിട്ട്, ഇന്നത്തെ ലൈവ് ഓർഡർ ബ്ലോക്കായിട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ വന്ന് ഹിറ്റ് ചെയ്ത് റിവേഴ്സ് ചെയ്താൽ അവിടെ നിന്ന് നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. അവിടെ നിന്ന് നമ്മൾ എൻട്രി എടുക്കുകയാണെങ്കിൽ സപ്പോസ് 18.95 ഇല്ല 19 എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0.5% എന്ന് പറയുമ്പോൾ അത്യാവശ്യം കഴിഞ്ഞ ദിവസത്തെ വാല്യൂ ഏരിയയുടെ അപ്പുറത്തേക്കാണ്. സോ അതവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് അതനുസരിച്ച് നമുക്കവിടെ ഒരു എൻട്രി പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ കുറച്ച് നേരത്തേക്ക് ഞാൻ പോസ് ചെയ്യുവാണ്. എൻട്രി എടുത്തതിന് ശേഷം നിങ്ങളെ അറിയിക്കാം. നമ്മുടെ വ്യൂ തൽക്കാലം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. മുകളിൽ നിന്ന് താഴത്തേക്ക് സെല് ചെയ്യാനുള്ള ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മൾ വെച്ച പല അലർട്ടുകളും ഇപ്പോൾ ട്രിഗർ ആകുന്നുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മളങ്ങനെ ONGCയിൽ ഉണ്ടായിരുന്ന ഓർഡർ ക്യാൻസൽ ചെയ്തു. അതിനുശേഷം
വിപ്രോ ഇവിടെ നല്ലൊരു ബ്രേക്ക് ആൻഡ് റീടെസ്റ്റ്, അതായത് ഈ ഓർഡർ ബ്ലോക്കിന് ബ്രേക്ക് ചെയ്തിട്ട് റീടെസ്റ്റ് തന്നു. അതവിടെ നിലനിൽക്കുന്നു എന്ന് തോന്നിയത് കൊണ്ട് അവിടെ നമ്മളൊരു എൻട്രി എടുത്തിട്ടുണ്ട്. ആ ഓർഡർ ബ്ലോക്കിനുള്ളിൽ തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസും വരുന്നു എന്നതാണ് ഇവിടുത്തെ ഒരു റിസ്ക്. അവിടെ നമുക്ക് ലോസ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. എന്നിരുന്നാൽ പോലും ഇത്രയും ബുള്ളിഷായ സ്റ്റോക്കിൽ ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ വന്നിട്ട് അവിടെ സെല്ല് ചെയ്യുമെന്ന് നമ്മൾ കരുതുന്നില്ല. അതുകൊണ്ട് നമ്മളവിടെ എൻട്രി എടുത്തു എന്നതേ ഉള്ളൂ. കാരണം ഇവിടുത്തെ റിസ്ക് റിവാർഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ നമ്മൾ എൻട്രി എടുത്ത സ്ഥലത്ത് നിന്ന് സ്റ്റോപ്പ് ലോസ് ഇവിടെ തൊട്ടടുത്ത് തന്നെ ആണെങ്കിലും നെക്സ്റ്റ് ലെവൽ ഓഫ് ടാർഗറ്റ് വരുന്നത് കുറച്ച് ഹൈ ആണ്. അപ്പോൾ 1:3 നമുക്കവിടെ അച്ചീവ് ചെയ്യാനുള്ളൊരു സാധ്യത അവിടെ കിടപ്പുണ്ട്. എന്നിരുന്നാലും നമുക്കിവിടെ കാണാവുന്നതാണ്, താഴത്തുനിന്ന് നല്ല ബയേഴ്സ് വന്നു, സെല്ലേഴ്സ് ഇവിടെയാണ് വന്നിട്ടുള്ളൂ. സോ ഇവിടെ നല്ല സെല്ലേഴ്സ് കയറി വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വിധി എന്താകും എന്നതൊന്നും നമുക്കറിയത്തില്ല. അത് നമ്മൾ കാത്തിരുന്ന് കണ്ടേ മതിയാകൂ. എന്തായാലും നമുക്ക് കൊടുക്കാവുന്ന സ്റ്റോപ്പ് ലോസ് നമ്മൾ കൃത്യമായിട്ട് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ 1:2 3 ഒക്കെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ടിരിക്കാം. അതായത് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ഇല്ലെങ്കിൽ നമുക്ക് ടാർഗറ്റ് കിട്ടണമെങ്കിൽ ഇന്നത്തെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും വിപ്രോ അത് 2.71% മുകളിലേക്ക് ടച്ച് ചെയ്താൽ മാത്രമേ നമ്മുടെ നെക്സ്റ്റ് ഓർഡർ ബ്ലോക്കിൽ അത് ടച്ച് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അസംഭവ്യമൊന്നുമല്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ സ്റ്റോക്ക് അങ്ങനെ 1:1 മൂവ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ 1:2 1:3 അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമ്മുടെ 1:3 വരുന്നത് 313.45 അതിലേക്കാണ് നമ്മൾ ഇന്ന് ടാർഗറ്റ് ഓർഡർ ഇടാൻ പോകുന്നത്. സോ ദാറ്റ് നമുക്കവിടെ അത് പ്ലേസ് ചെയ്ത് കൊടുക്കാം. സെല്ല് ലിമിറ്റ് ബൈ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സെല്ല് ലിമിറ്റ് നമ്മുടെ ക്വാണ്ടിറ്റി വരുന്നത് 73 എണ്ണമാണ്. സോ ദാറ്റ് നമുക്കവിടെ അത് എൻ്റർ ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ ഓർഡർ ഇടുകയാണ്. അപ്പോൾ 1:3 അവിടെ കിട്ടും എന്ന പ്രതീക്ഷയിൽ നമ്മളത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിന്ന് ബ്രേക്ക് ഈവൻ എന്ന് പറയുന്നത് നമ്മൾ എടുത്തേക്കുന്ന 308.80 ഇനി 309.25 നമ്മുടെ ബ്രേക്ക് ഈവനാണ്. അപ്പോൾ ബ്രേക്ക് ഈവൻ എക്സിറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത് നമ്മുടെ ബ്രേക്ക് ഈവന് മുകളിലാണ്. അപ്പോൾ അതിൽ നമ്മൾ എക്സിറ്റ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ ചിലവും കഴിഞ്ഞിട്ടൊരു 8 രൂപ 19 പൈസ നമുക്ക് കയ്യിൽ കിട്ടുന്നുണ്ടാവും. അപ്പോൾ 1:1 എബോ ഇല്ല 1:2 ഒക്കെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിനിമം ബ്രേക്ക് ഈവനിലേക്ക് ട്രയൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ നമ്മൾ മാർക്കറ്റ് പ്രൊഫൈൽ എടുത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് നമ്മളുടെ ഇത്രയും ഭാഗം ബയേഴ്സ് മാത്രമേ ഉള്ളൂ. നമുക്ക് അവിടെ യെല്ലോ കളർ കാണാനേ ഇല്ല. യെല്ലോ കളറിൽ കാണുന്നതാണ് സെല്ലേഴ്സ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ വന്നപ്പോൾ ഇതാണ് POC പോയിന്റ് ഓഫ് കൺട്രോൾ ബിൽഡ് ചെയ്തേക്കുന്നത്. ഈ റെഡ് ലൈൻ കാണിച്ചേക്കുന്നതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ മാത്രമാണ് കുറച്ച് സെല്ലേഴ്സ് ആക്റ്റീവ് ആയേക്കുന്നത്. ഇനി അത് നമ്മൾ ഹിസ്റ്റോറിക്കലി ഒന്ന് നോക്കി പോവുകയാണെങ്കിൽ അവിടെ എന്താണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നതെന്ന് നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം, ആ ദിവസം വലിയൊരു മൊമെൻറ്റം താഴത്തേക്ക് കൊടുത്ത ദിവസമാണ്. വലിയൊരു ഫോളാണ് അന്നത്തെ ദിവസം താഴത്തേക്ക് കൊടുത്തിരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ മാർക്കറ്റ് പ്രൊഫൈൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. അവിടെ എന്താണ് സംഭവിച്ചേക്കുന്നത്. അതിന് ഇന്നത്തെ ദിവസം അത്രമാത്രം പ്രാധാന്യമൊന്നുമില്ല. എന്നിരുന്നാൽ പോലും ഹിസ്റ്റോറിക്കലി സംഭവിക്കാനുള്ള സാധ്യത. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അന്നത്തെ ദിവസത്തെ വാല്യൂ ഏരിയ ഇതായിരുന്നു. ആ വാല്യൂ ഏരിയയുടെ ഹൈ അതിലാണ് നമ്മളിന്ന് ഓർഡർ പ്ലേസ് ചെയ്തേക്കുന്ന ടാർഗറ്റായിട്ട്. സോ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ വെച്ചേക്കുന്നത് ആ വാല്യൂ ഏരിയ ഇവിടെ ലോ ഉണ്ട്, ആ ലോയുടെയും ഉള്ളിൽ തന്നെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസും വരുന്നതെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ദിവസം നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്രെൻഡിങ് ഡേ ആയിരുന്നു. സോ ദാറ്റ് ഇന്നത്തെ ദിവസവും നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും സമയം നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ദിവസവും ഒരു ട്രെൻഡിങ് ഡേയുടെ സ്വഭാവമാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത്. സോ ദാറ്റ് ഇന്നും ഒരു ട്രെൻഡിങ് ഡേ ആയി അതുപോലെ തന്നെ മാറിയാൽ അത് നമുക്ക് അനുകൂലമായ ഒരു മൂവായിരിക്കും തരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ 1:3 ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതയെ നമ്മൾ വിലയിരുത്തുന്നത് ഇങ്ങനെയാണ്. നമ്മളുടെ ഇന്നത്തെ ഡേ ലോയിൽ നിന്നും നമ്മുടെ ടാർഗറ്റ് വരെ നോക്കിക്കഴിഞ്ഞാൽ 2.80. അപ്പോൾ 2.8 കിട്ടിയാൽ മതി നമുക്ക്. അത്രയും ചേഞ്ച് ഇന്ന് വരാനുള്ള സാധ്യത ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്നിപ്പോൾ നമ്മളുടെ ഇൻഡെക്സ് എന്താ ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡെക്സ് ആദ്യം താഴത്തേക്ക് വന്നു, ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ സപ്പോർട്ട് എടുത്തു. അതിന് ശേഷം അവിടുന്ന്
ബുള്ളിഷായി പോകുന്നതായിട്ടാണ്. ഇനി ഇൻഡെക്സിൻ്റെ നെക്സ്റ്റ് ഓർഡർ ബ്ലോക്ക് വരുന്ന മുകളിലാണ്. അങ്ങോട്ടേക്ക് ഡേ ഹൈയും ബ്രേക്ക് ചെയ്ത് ഇൻഡെക്സ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ് ആ ഒരു സെയിം മൂവ് നമുക്ക് നമ്മുടെ സ്റ്റോക്കിലും കിട്ടാനുള്ളൊരു സാധ്യത, അങ്ങനെ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് വളരെയധികം ഗുണകരമാകും. ഇനി കഴിഞ്ഞ ദിവസത്തെ നമ്മൾ കണ്ടുപിടിച്ച ആ ട്രെൻഡിങ് ഡേ ഹിസ്റ്റോറിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടായിരുന്ന ആ ട്രെൻഡിങ് ഡേയുടെ ലോ ടു ഹൈ മൂവ് എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇവിടുന്ന് ലോയിൽ നിന്ന് നമുക്ക് ഹൈ വരെ ലോയിൽ നിന്ന് അതിൻ്റെ ഹൈ വരെ 4% ചേഞ്ചാണ് തന്നിരുന്നത്. അപ്പോൾ ആ 4% ചേഞ്ച് അന്ന് തന്നിരുന്നു എങ്കിൽ ഇന്നൊരു 3% എങ്കിലും ചേഞ്ച് തന്നാൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏത് ട്രേഡ് എടുക്കുമ്പോഴും അതിന് ഒരേ സമയം രണ്ട് സാധ്യതകളും ഒരുപോലെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതയും അതുപോലെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതയും ഒരുപോലെ തന്നെയുണ്ട്. സോ ദാറ്റ് ലോസാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഒന്നും നോക്കാനില്ല, അതും കൊണ്ട് നമ്മൾ വീട്ടിൽ പോരുക, അതിൻ്റെ പുറകിന് പോകേണ്ട ആവശ്യം നമുക്കില്ല. അപ്പോൾ എന്തു തന്നെയും സംഭവിക്കട്ടെ, നമുക്ക് നമ്മുടെ സൈഡിലേക്ക് വരും എന്ന പ്രതീക്ഷയിൽ വെയിറ്റ് ചെയ്യാം. ഇൻഡെക്സ് അതിൻ്റെ നെക്സ്റ്റ് ലെവൽ ഓഫ് ഓർഡർ ബ്ലോക്കിലേക്ക് ടച്ച് ചെയ്യാൻ പോകുന്നു. ഡേ ഹൈ വീണ്ടും ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റോക്ക് നമ്മൾ എൻട്രി എടുത്തതിന് തൊട്ടടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. താഴത്തേക്ക് പോകുന്ന ലക്ഷണമൊന്നും കാണിക്കുന്നില്ല എന്നതൊരു ആശ്വാസമാണ്. എങ്കിൽ പോലും അത് വലിയ മൂവ് ഒന്നും അതിനുശേഷം 1:1 കവർ ചെയ്തിട്ടില്ല എന്നതാണ് സത്യം. സമയം കൂടുതലെടുത്തേക്കാം. ഒപ്പം തന്നെ ഒരു കാര്യം, നമ്മൾ ഈ ഒരു ഓർഡർ ബ്ലോക്ക് കണ്ടല്ലോ, നമ്മൾ സാധാരണ ഇവിടെ വന്ന് ഇടിച്ച് റിവേഴ്സ് ആകുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് എൻട്രി എടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ ട്രെൻഡിങ് മാർക്കറ്റിൽ നമ്മൾ നിരന്തരമായി കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുന്നുണ്ട് ഒരു ഓർഡർ ബ്ലോക്കിനെ ക്രോസ് ചെയ്ത് മുകളിൽ പോയി അതിൽ സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും യാത്ര തുടരുന്നത്. അപ്പോൾ ഇത്തരം ഒരു എൻട്രി, അതായത് ട്രെൻഡിങ് മാർക്കറ്റിൽ ഒരു എൻട്രി നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി, ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് നമ്മൾ എടുക്കുന്നത്. സോ ദാറ്റ് ഇവിടുന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, ഈ ഓർഡർ ബ്ലോക്കിനെ ക്രോസ് ചെയ്തു, അങ്ങോട്ട് റീടെസ്റ്റ് തന്നു. ഒപ്പം നമുക്ക് ഒരു കാര്യം ഏകദേശം ഇവിടെ കൺഫർമേഷൻ കിട്ടി, ഇത് തന്നെയാണ് ഓർഡർ ബ്ലോക്ക് നമ്മൾ വരച്ചേക്കുന്നത് കൃത്യമാണ്. കാരണം അവിടെ ഇടിച്ചതിന് ശേഷം കാര്യമായി താഴത്തേക്ക് ഇതുവരെ പോയിട്ടില്ല. സോ ദാറ്റ് അവിടുന്ന് കൃത്യമായ എൻട്രി നമ്മൾ മുകളിലേക്ക് എടുത്തു, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഇതിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ഇപ്പോൾ നമുക്ക് വേറൊരു കാഴ്ചയും കൂടെ ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ നിന്നൊന്ന് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഈ ഒരു ഡോട്ടഡ് ലൈൻസ് നമ്മളിപ്പോൾ അടയാളപ്പെടുത്തിയേക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ, അതായത് 27 ജനുവരിയിലെ വിപ്രോയുടെ ചാർട്ടിലെ ആ ഏരിയ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം കാണാം. ഇവിടെ ബയേഴ്സിൻ്റെ പൊടി പോലും ഇല്ല, മഞ്ഞ കളർ മാത്രമേ നമുക്ക് കാണാനുള്ളൂ. അപ്പോൾ ഈ രണ്ട് ലൈനുകൾക്കിടയിൽ സെല്ലേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ സെയിം ഏരിയ ഇന്നും മാർക്കറ്റ് എത്തിയപ്പോൾ നമ്മൾ അവിടെയാണ് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നപ്പോഴാണ് ഇന്നത്തെ മാർക്കറ്റിൽ സെല്ലേഴ്സ് ആക്റ്റീവ് ആയേക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം താഴത്തേക്ക് ബയേഴ്സ് മാത്രമേ ഉള്ളൂ, സെല്ലേഴ്സ് ഇല്ല. എന്നാൽ ഇവിടെ വന്നപ്പോൾ അത്യാവശ്യം സെല്ലേഴ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും അറ്റ് പ്രസൻറ്റ് നമ്മൾ കാണുന്നത് ബയറും സെല്ലറും ഏകദേശം തുല്യാവസ്ഥയിലാണ്. എങ്കിലും ഈ ഓർഡർ ബ്ലോക്കിൻ്റെ ഈ എഡ്ജിൽ ബയേഴ്സാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ മുകളിലേക്കും ഇനി ബയേഴ്സ് കയറി വന്നാൽ മാത്രമേ നമുക്കിത് മുകളിലേക്ക് പോകും എന്ന് കരുതാൻ ആവത്തുള്ളൂ. നിഫ്റ്റി 50 ആ ഓർഡർ ബ്ലോക്കിന് തൊട്ടടുത്തുനിന്ന് റിവേഴ്സൽ എടുക്കുന്നു. സോ അവിടെ ഇത് ബ്രേക്ക് ചെയ്ത് പോകണമെങ്കിൽ ഇവിടെ ഒരു കൺസോൾട്ടേഷൻ എടുത്തിട്ട് ബ്രേക്ക് ചെയ്യാനാണ് സാധ്യത. ആ സെയിം ടൈം ഇത് ഓൾറെഡി ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കൊക്കെ ഇതുപോലത്തെ കുറച്ച് ഏതെങ്കിലും സ്റ്റോക്കുകൾ കൺസോൾട്ടേഷൻ എടുക്കുന്നുണ്ടാവാം. അതെല്ലാം ബ്രേക്ക് ചെയ്യുന്ന കൂട്ടത്തിലാവാം നിഫ്റ്റി 50യും അത് ഫർദർ മൂവ് നടത്താനുള്ള സാധ്യത. ഇനി ഈ കൺസോൾട്ടേഷൻ എടുത്തതിന് ശേഷം ഇത് താഴത്തേക്ക് പോരാനും മതി, നമുക്കറിയത്തില്ല. മോസ്റ്റ് ഓഫ് ദി ടൈം മുകളിൽ വന്ന കൺസോൾട്ടേഷൻ എടുത്തിട്ട് അത് വീണ്ടും ട്രെൻഡിങ് മാർക്കറ്റ് ആണെങ്കിൽ വീണ്ടും അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത. സോ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മളീ കാണുന്നത് വിപ്രോയുടെ മാർക്കറ്റ് ഡെപ്താണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 309.10 അതിപ്പോൾ മറഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് വീണ്ടും വരുമ്പോൾ അത് കാണാം. അവിടെ 1,52,000 വോളിയം ആ ഒറ്റ പ്രൈസ് റേഞ്ചിൽ കിടപ്പുണ്ട്. അതായത് 310 എന്ന് പറയുന്ന ആ വില ടച്ച് ചെയ്ത് ആ വോളിയം കംപ്ലീറ്റ് ക്ലിയർ ചെയ്ത് പോയാൽ നമ്മളുടെ ടാർഗറ്റ് എന്ന് സിംപിളി ഹിറ്റാവാനുള്ളൊരു സാധ്യത അതുകൊണ്ട് തന്നെ നമുക്കവിടെ പറയാൻ പറ്റും. നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞ് നോക്കാം. അതിലേക്ക് എത്തിയതിന് ശേഷം ഞാനത് കാണിച്ചു തരാം.
മാർക്കറ്റ് ഇപ്പോഴും കണ്ടിന്യൂസ്ലി ആ ഏരിയയിൽ. അപ്പോൾ ഈ ഒരു ഏരിയ പ്രീവിയസ് ഹിസ്റ്റോറിക്കലി നമ്മൾ അടയാളപ്പെടുത്തിയ ഈ ഒരു ഡോട്ടഡ് ലൈൻസിൻ്റെ മധ്യഭാഗം, ഈ ഒരു ഏരിയ കംപ്ലീറ്റ് നല്ലപോലെ സെല്ലേഴ്സ് വരാൻ സാധ്യതയുണ്ട്. ഹിസ്റ്റോറിക്കലി നോക്കുമ്പോൾ അതാണ് കാണാൻ കഴിയുന്നത്. അത് കംപ്ലീറ്റ് അബ്സോർബായി പോയി കഴിഞ്ഞാലാണ് പിന്നീടാണ് മുകളിലേക്ക് മാർക്കറ്റിനെ മൂവ് ചെയ്യാൻ പറ്റുന്നത്. നമ്മളുടെ നിഫ്റ്റി 50 നോക്കിക്കഴിഞ്ഞാൽ സെയിം ഒരു കൺസോൾട്ടേഷൻ ഇവിടെ എടുക്കുന്നതായിട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ആ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ 310 വരുന്ന സമയത്ത് ഞാൻ അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, കഴിഞ്ഞ ക്യാൻഡിലിൽ നമ്മൾ നല്ലൊരു അത്യാവശ്യം മോശമല്ലാത്തൊരു ഫോള് കണ്ടിട്ടുണ്ട്. സോ ദാറ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസിന് അടുത്തേക്ക് കാര്യങ്ങൾ നീങ്ങുവാണ്. അതിനകത്ത് അത്യാവശ്യം വോളിയം കഴിഞ്ഞ പ്രീവിയസ് ക്യാൻഡലിനെ അപേക്ഷിച്ച് കൂടുതൽ വന്നിട്ടുണ്ട്. ബയേഴ്സിൻ്റെ കൺട്രോളിലുള്ള ഏരിയ ആണത്. എന്നിരുന്നാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസിൻ്റെ തൊട്ടടുത്തേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഫസ്റ്റ് 1 മിനിറ്റാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് നല്ലൊരു റിവേഴ്സൽ വന്നാൽ, യെസ്, ഫസ്റ്റ് 1 മിനിറ്റ് എങ്ങോട്ടാണോ വലിയ രീതിയിൽ മൂവ് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമ്മളിത് പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് 1 മിനിറ്റ് താഴത്തേക്കൊരു പുൾ ബാക്ക് വന്നിട്ട് മുകളിലേക്ക് നല്ലൊരു മൂവ് തന്നിരിക്കുന്നു. സോ ദാറ്റ് വോളിയവും അവിടെ കയറി വന്നു കഴിഞ്ഞാൽ, യെസ്, അവിടെ വോളിയം കയറി വരുന്നുണ്ട്. ഹ്യൂജ് വോളിയം, ബൈയിങ് സൈഡ് ഹ്യൂജ് വോളിയം അവിടെ കയറി വന്നു എന്നുള്ളതാണ്. അവിടെ ബൈയിങ് സൈഡ് നമ്മൾ പറയാൻ കാര്യം, ഇവിടെ നമ്മൾ കാണുന്നത് പച്ചയാണ്, മഞ്ഞ നമ്മളധികം കാണുന്നില്ല. സോ ദാറ്റ് അവിടെ കയറി വന്നുകൊണ്ടിരിക്കുന്ന വോളിയം ബൈയിങ് സൈഡാണെന്ന് നമുക്ക് കരുതാം. പെട്ടെന്നൊരു ഹൈ വോളിയം കയറി വന്നിരിക്കുന്നു. സോ ദാറ്റ് ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു പക്ഷേ വളരെ വേഗം നമ്മുടെ ടാർഗറ്റിലേക്ക് മൂവ് ചെയ്തേക്കാം. വോളിയം വളരെ വേഗത്തിൽ അവിടെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട്. ബൈയും സെല്ലും സൈഡ് വലിയ രീതിയിൽ മൂവ് ചെയ്യുന്നു. എന്തായാലും നമുക്ക് ഹോൾഡ് ചെയ്യാം. ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ചധികം കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, അതിൻ്റെ അകത്ത് വോളിയം തന്നെയാണ് ഒന്നാമത്തെ ഒരു ഘടകം. 329K വോളിയം അവിടെ കയറി വന്നിട്ടുണ്ട്. കഴിഞ്ഞ കുറേ അധികം ക്യാൻഡിലുകൾ ചെറിയ വോളിയം മാർക്കറ്റിന് ഈ പ്രൈസിൽ ഇൻട്രസ്റ്റ് ഇല്ലയെന്ന് തോന്നുന്ന രീതിയിൽ താഴത്തേക്ക് ഡൗൺ സൈഡ് വന്നതിന് ശേഷം വലിയൊരു വോളിയം അവിടെ വന്നു. വോളിയം വന്നു എന്നത് മാത്രമല്ല, മാർക്കറ്റ് പ്രൊഫൈൽ എടുത്ത് നമ്മൾ നോക്കുമ്പോൾ ആ ക്യാൻഡലിൻ്റെ ലോ മുതൽ ആ ക്യാൻഡലിൻ്റെ ഹൈ വരെയുള്ള പ്രൈസ് ഏരിയയിൽ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് ഹ്യൂജ് ബൈയിങ് ട്രാൻസാക്ഷനാണ്. അതായത് സെല്ലേഴ്സിൻ്റെ വന്ന വോളിയത്തേക്കാൾ കൂടുതൽ ആ ഏരിയയിൽ ബൈയിങ് നല്ലപോലെ നടക്കുന്നു. സോ ദാറ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സെല്ലേഴ്സിൻ്റെ അളവ് കൂടുന്നു. ദാറ്റ് മീൻസ് പ്രൈസ് മുകളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുന്നു. നിഫ്റ്റി 50 ഈ സമയത്ത് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഇവിടെ ഒരു വലിയ മൂവ് കൊടുത്തു. അതിനുശേഷം ഈ ഒരു ഏരിയ വീണ്ടും ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് തിരികെ വരുന്ന ഒരു കാഴ്ചയാണ് അവിടെയും കാണുന്നത്. എനിവേ, നമുക്ക് അനുകൂലമായ ഒരു മൂവ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നു. നിഫ്റ്റി 50 അങ്ങനെ ഫൈനലി ഓർഡർ ബ്ലോക്കിനുള്ളിലേക്ക് പുഷ് ചെയ്യുന്നുണ്ട്. അതവിടെ നിന്ന് റിവേഴ്സ് ചെയ്യുമോ, അതിനെ ക്രോസ് ചെയ്ത് അതിൻ്റെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുമോ എന്നതാണ് നമുക്കിനി അറിയേണ്ടത്. അപ്പോൾ അത് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും എങ്കിൽ വളരെ മനോഹരമായ രീതിയിൽ നമ്മുടെ സ്റ്റോക്കും മൂവ് ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ 1:1 എത്തിയതിന് ശേഷം ഇനി നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ വിപ്രോയുടെ മാർക്കറ്റ് ഡെപ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം 310, 309, 95 ഈ ഒരു റേഞ്ചിൽ മാത്രം നമുക്ക് 1,00,000 മുകളിൽ ഓർഡർ ഇപ്പോൾ ഓൾറെഡി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ, അതായത് 310 ഒന്ന് കവർ ചെയ്ത് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്ക് നല്ലൊരു മൂവ് കിട്ടും എന്നതാണ് നമ്മളുടെ ഒരു പ്രതീക്ഷ. 310 വിപ്രോയുടെ ഇന്നത്തെ ഡേ ഹൈ വരുന്നത്. അപ്പോൾ ഈ ഏരിയയിൽ ബയേഴ്സ് നന്നായിട്ട് ബിൽഡ് ചെയ്ത് വരുന്നു എന്നുള്ളത് നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അത് ആ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്താൽ ഇതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഒപ്പം നമ്മുടെ നിഫ്റ്റി 50 ഓർഡർ ബ്ലോക്കിൽ ഇടിച്ചിട്ട് തിരിയുന്നൊരു കാഴ്ചയാണ്. 310 നമുക്ക് 1,00,000 ഓർഡർ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിപ്പോൾ ക്ലിയർ ചെയ്ത് കിട്ടിയാൽ അത് ക്ലിയർ ആയിട്ടുണ്ട്. സോ ദാറ്റ് ഇനി വലിയൊരു മൂവ് ഒരു പക്ഷേ വലിയ ബുദ്ധിമുട്ടില്ലാതെ മുകളിലേക്ക് പോയേക്കാം.
310 ഈ ക്യാൻഡലിൻ്റെ ഹൈ ടച്ച് ചെയ്തിട്ടുണ്ട്. വലിയ വോളിയം അവിടെ ഓൾറെഡി നമ്മൾ കാണുന്നുണ്ട്. 284K വോളിയം കയറി വന്നിട്ടുണ്ട്. ഈ പോയിൻ്റ് ഓഫ് കൺട്രോളിൽ നിന്ന് ബയേഴ്സ് കൺട്രോൾ ഏറ്റെടുക്കുന്നുണ്ട്. ബയേഴ്സ് അവിടെ കൂടി വരുന്നു. ഒപ്പം നമ്മൾ പറഞ്ഞിരുന്നു ഈ കാണുന്ന ഡോട്ടഡ് ലൈൻസ് രണ്ടെണ്ണം അത് ഹിസ്റ്റോറിക്കലി നമ്മൾ എടുത്താണ്. ഈ ഏരിയയിൽ അന്നത്തെ ദിവസം സെല്ലേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബയേഴ്സ് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പൊക്കോളും എന്നാണ് നമ്മളുടെ ഒരു പ്രതീക്ഷ. നിഫ്റ്റി 50 ഈ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഓർഡർ ബ്ലോക്ക് ഹിറ്റ് ചെയ്തതിന് ശേഷം നല്ലൊരു റിജക്ഷൻ വന്നു. താഴത്തെ ഓർഡർ ബ്ലോക്ക് വീണ്ടും ചെക്ക് ചെയ്തിട്ട് വീണ്ടും അത് തിരിച്ചു വരുന്ന കാഴ്ചയാണ് കാണുന്നത്. സോ ദാറ്റ് ഓർഡറുകൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം തുല്യമായ അവസ്ഥയിലേക്ക് കയറി വരുന്നുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മൾക്ക് മുകളിലേക്ക് വരണം. സോ ദാറ്റ് നമ്മൾ ആ പ്രതീക്ഷയിലിരിക്കുകയാണ്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. അങ്ങനെ 12:47 സമയമായിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മളുടെ 1:1 ബ്രേക്ക് വന്നേക്കുന്നത്. നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി 50 ഓർഡർ ബ്ലോക്കിനെ ജസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓർഡർ ബ്ലോക്കിനുള്ളിൽ തന്നെയാണ്. പക്ഷേ നമ്മളിന്നിപ്പോൾ ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. 1:2 ഇനി കുറച്ചുകൂടെ ദൂരമേ ഉള്ളൂ. നമ്മൾ പറഞ്ഞിരുന്നു ഈ ഏരിയ ഒന്ന് കടന്ന് കിട്ടിയാലാണ് നമുക്ക് നമ്മുടെ ടാർഗറ്റിലേക്ക് പോകുന്ന ഉറപ്പ് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഏരിയയുടെ ഹൈ വരുന്നത് വാല്യൂ ഏരിയ ഹൈ 310.80 ആണ്. അപ്പോൾ അതൊന്ന് കടന്ന് മുന്നിലേക്ക് പോകണം. നമ്മുടെ ഇവിടെ ഓർഡർ മാർക്കറ്റ് ഡെപ്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇനി 311 34,000 ഓർഡർ ഉള്ളത്. സോ അത് ക്ലിയർ ചെയ്യും എന്ന് പ്രതീക്ഷിക്കാം. എനിവേ നമുക്ക് 1:2 ഹിറ്റ് ചെയ്തതിന് ശേഷം ഇനി വരാം. മാർക്കറ്റ് അങ്ങനെ നമ്മളുടെ 1:2 ജസ്റ്റ് ടച്ച് ചെയ്തു എന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ സ്റ്റോപ്പ് ലോസ് ഒന്ന് ട്രയൽ ചെയ്യാമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളുടെ ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് നമുക്ക് വെക്കേണ്ടത് 309.25 ബ്രേക്ക് ഈവൻ. ആഫ്റ്റർ ദാറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം 1:3 വേണ്ടിയിട്ട്. സോ ദാറ്റ് നമ്മൾ ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് 309.25 വയ്ക്കുകയാണ്. അപ്പോൾ ഇന്നിനി നമുക്ക് ലോസ് ഇല്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോസ് ഇല്ല എന്നുള്ളതല്ല, നമുക്കിന്ന് 1:3 കിട്ടുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1:1 എങ്കിലും ഇത് ബ്രേക്ക് ചെയ്ത് ക്ലോസിങ് തന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്യേണ്ടി വരും. നിഫ്റ്റി 50യും അതിൻ്റെ ഡേ ഹൈ കട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. $311.90 നമ്മളുടെ ടാർഗറ്റ് വരുന്നത്. അതിപ്പോൾ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അലർട്ട് വന്നു. സോ ദാറ്റ് നമുക്ക് 1:1 ട്രയൽ ചെയ്യണമോ എന്നൊരു തോന്നൽ. എനിവേ നമ്മൾ വെയിറ്റ് ചെയ്യാൻ പോവുകയാണ്. ആ ട്രയലിങ് നമ്മളിപ്പോൾ കൊടുക്കുന്നില്ല. 1:3 തൊട്ടടുത്തേക്ക് എത്തട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അത് വേണ്ടി വന്നാൽ ട്രയൽ ചെയ്യാം. ഇപ്പോൾ മാർക്കറ്റ് ഡെപ്ത് നോക്കിക്കഴിഞ്ഞാൽ വോളിയം ഏകദേശം ഈക്വലായിട്ടാണ് കാണിക്കുന്നത്. എങ്കിലും 312 ഹ്യൂജ് സെല്ലേഴ്സ് ഉണ്ട്. സോ ദാറ്റ് അവിടെ ടച്ച് ചെയ്തിട്ട് അത് മുകളിലേക്ക് തന്നെ ഒരു മൂവ് തന്നാൽ 312 ടച്ച് ചെയ്തു മാർക്കറ്റിൻ്റെ ഹൈ. കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ലോസ് ഉണ്ടായിരുന്നത് 130 ഇന്നിപ്പോൾ നമ്മൾ 1:1 ട്രയൽ ചെയ്താലും 130 നമുക്ക് കിട്ടത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ എക്സിറ്റ് എടുക്കണമെങ്കിൽ ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ എക്സിറ്റ് എടുക്കണം. സോ ദാറ്റ് അവിടെ ഒരു കൺഫ്യൂഷൻ നമുക്കുണ്ട്. 1:2 എക്സിറ്റ് എടുക്കുന്നതിൽ തെറ്റിട്ടില്ല താനും. ഇനി വോളിയം സൈഡ് നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രൊഫൈൽ വെച്ചിട്ട് അത്യാവശ്യം നല്ല ബയേഴ്സ് അവിടെ ഉള്ളതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ നല്ലപോലെ ബയേഴ്സ് വന്നിട്ടുണ്ട്. സോ ദാറ്റ് മാർക്കറ്റ് അവിടെ നിന്ന് കയറിപ്പോകും എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ നെക്സ്റ്റ് ലെവൽ ഓഫ് ഓർഡർ ബ്ലോക്കിൽ പോയി ഹിറ്റ് ചെയ്യേണ്ടതാണ്. അവിടെ വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡേ ലോയിൽ നിന്ന് ഓർഡർ ബ്ലോക്ക് വരെയുള്ള ദൂരം
2.7 ആണ്, അച്ചീവബിൾ ആണ്. സോ ദാറ്റ് നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്യുന്നു. നമ്മുടെ ടാർഗറ്റിൻ്റെ തൊട്ടടുത്തേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ 1:2 വെച്ചിട്ടുണ്ട്. ടാർഗറ്റ് വരുന്നത് 213.45 മാർക്കറ്റിൻ്റെ ഹൈ വരുന്നത് 213.25. സോ ദാറ്റ് നമ്മളൊന്നും ഇനി മാറ്റുന്നില്ല. എന്താണ് സംഭവിക്കുന്നത്, സ്വാഭാവികമായിട്ട് അത് സംഭവിക്കട്ടെ. 313.35 നല്ലൊരു ഓർഡർ ഉണ്ട്. അതിനുശേഷം നമ്മുടെ ടാർഗറ്റ് 45 50 വലിയ ഓർഡർ ഇല്ല. അപ്പോൾ അങ്ങോട്ടേക്ക് വരും എന്ന് തോന്നുന്നു. 45, യെസ്, നമ്മുടെ ടാർഗറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 1:3 ഹിറ്റ് ചെയ്തു. സ്റ്റോപ്പ് ലോസ് ഓർഡർ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ 339.45 നമുക്ക് ഇന്ന് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. സോ ദാറ്റ് അപ്പോൾ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി പ്ലസ് വോളിയം പ്രൊഫൈൽ നമുക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്തു എന്ന് പറയാം. നമുക്കിനി ജേണലും കൂടെ എഴുതിയിട്ട് അവസാനിപ്പിക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ ജേണലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, അടുപ്പിച്ച് 3 ദിവസം പ്രോഫിറ്റ് കിട്ടി, അതിനുശേഷം ഒരു ലോസ് ഇന്നലെ. അത് പറ്റിയ മിസ്റ്റേക്ക് നമ്മൾ ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പ്രോഫിറ്റ് വിപ്രോയിലാണ്. സ്റ്റോക്ക് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ മാസം നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ മൊത്തം നമുക്ക് 57% വിൻ റേഷ്യോ ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് 11 പ്രോഫിറ്റും 8 ലോസും. ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിയിലേക്ക് വന്നതിന് ശേഷം 63% വിൻ റേഷ്യോ കൂടിയിട്ടുണ്ട്. അത് 21 പ്രോഫിറ്റും 12 ലോസും. ഒപ്പം തന്നെ ഈ മാസത്തെ നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് 702 മാറിയിട്ടുണ്ട്. അതായത് 14% പ്രോഫിറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് സ്റ്റിൽ നല്ല രീതിയിൽ മുകളിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നെക്സ്റ്റ് ലെവൽ നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിട്ടില്ല. സോ ദാറ്റ് നമ്മളുടെ 1:3 നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മാക്സിമം എത്ര വരെ പോകും എന്നുള്ളത് നോക്കിയിട്ട് നമുക്കതിൻ്റെ സാധ്യത നമ്മളിവിടെ അടയാളപ്പെടുത്തി വെക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഓൾമോസ്റ്റ് ദിവസങ്ങളിൽ 1:3 എബോവ് പോയതായിട്ടാണ് കണ്ടിരിക്കുന്നത്. അപ്പം 1:7, 6, 5 ഒക്കെ പല ദിവസങ്ങളിലും പോയിട്ടുണ്ട്. അതൊക്കെ നമുക്കിനി ക്യാപ്ചർ ചെയ്യാൻ തുടങ്ങണം. അപ്പോൾ 200 ദിവസത്തിന് ശേഷം അത് നമ്മൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത ദിവസം കാണാം. ഓക്കെ, താങ്ക് യു.